ഹലോ സ്റ്റുഡൻസ്, ക്രിസ്മസ് എക്സാമിന് ഫോർത്ത് ചാപ്റ്റർ കെമിസ്ട്രിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. O2ന്റെ മോളിക്യുലാർ മാസ് എന്താണ് ചോദ്യം. O2 അതിന്റെ മോളിക്യുലാർ മാസ് നമുക്ക് എല്ലാവർക്കും അറിയാം 32 ആണ്. കാരണം 16 16 32. ഒരു ഓക്സിജന്റെ 16 ആണ്, രണ്ടെണ്ണത്തിന്റെ 32 വരും. അടുത്തത് 16 ഗ്രാം ഓക്സിജനിൽ എത്ര തന്മാത്രകൾ ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. 16 ഗ്രാം ആണ് എന്ത് തന്നിരിക്കുന്നത്. 16 ഗ്രാം ഓക്സിജനിൽ എത്ര തന്മാത്രകൾ ഉണ്ടെന്നാണ് നമ്മളോടുള്ള ചോദ്യം. നമുക്കറിയാം ഓക്സിജൻ 32 ഗ്രാം എടുത്താൽ അതിൽ 1 മോൾ. അപ്പൊ 16 ഗ്രാം എടുത്താലോ അര മോൾ. അര മോളിൽ അര എണ്ണ. നമുക്കറിയാം 1 മോളിൽ 1 എണ്ണ. അര മോളിൽ എത്ര എണ്ണ? അര എണ്ണ. അത് കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് കൂടെ ചെയ്ത് കാണിക്കാം നമുക്കിവിടെ. ഇവിടെ 32 ആണല്ലോ മോളിക്യുലാർ മാസ്. തന്നിരിക്കുന്ന മാസ് എത്രയാണ്? 16. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു 16/32. 16 16 ഒരു പ്രാവശ്യം, 32 16 രണ്ട് പ്രാവശ്യം. സോ അര മോൾ ആണ് എന്തുള്ളത്. നമ്പർ ഓഫ് മോൾസ് ഉള്ളത് 16 ഗ്രാമിൽ അരയാണ്, അര മോൾ ആണ് ഉള്ളത്. നമുക്കറിയാം 1 മോളിൽ Na നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്, അതായത് 6.022 × 10⁻23. അങ്ങനെയാണെങ്കിൽ അര മോളിലോ 0.5 Na, അതായത് 0.5 Na എന്ന് പറഞ്ഞാൽ 0.5 × 6.022 × 10⁻23 എന്ന് വരും. അടുത്തത് 2H2 + O2 = 2H2 എന്ന രാസപ്രവർത്തനത്തിൽ എന്ന ആ ഒരു കെമിക്കൽ റിയാക്ഷനിൽ 10 മോൾ H2O ലഭിക്കുന്നതിന് എത്ര മോൾ ഓക്സിജൻ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. മോൾ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്? മോൾ ബേസ് ചെയ്തിട്ട്. അപ്പോൾ മോൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇവിടെ കാണുമ്പോൾ അറിയാം 10 മോൾ H2O ലഭിക്കണമെങ്കിൽ ഇവിടെ 2 മോൾ ഹൈഡ്രജൻ 1 മോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് 2 മോൾ H2O ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ 10 മോൾ ഇത് ഉണ്ടാകണമെങ്കിൽ 2 × 5 ആണ് 10. 2 × 5 ആണ് 10. ഓക്സിജൻ വേണ്ടതെന്ന് ഇപ്പൊ ഇവിടെ 5 കൊണ്ട് ഗുണിക്കണം. എത്ര മോൾ ആയിരിക്കും? 1 × 5 5 മോൾ ഓക്സിജൻ വേണ്ടി വരും. വളരെ സിമ്പിൾ ആണ്. ഇക്വേഷനിൽ നിന്ന് കിട്ടും. മനസ്സിലാക്കേണ്ടത് എന്താ? 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2 മോൾ വെള്ളം ഉണ്ടാവും. നമ്മളോടുള്ള ചോദ്യം 10 മോൾ വെള്ളം ലഭിക്കുന്നതിന് എത്ര മോൾ ഓക്സിജൻ വേണമെന്നാണ്. 10 മോൾ ഹൈഡ്രജൻ വാട്ടർ ഉണ്ടാവുന്നതിന് എത്ര മോൾ ഓക്സിജൻ? ഇവിടെ ഈ 2 10 ആകണമെങ്കിൽ 5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്നിനെയും 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര മോളാണ് വേണ്ടത്? 5 മോളാണ് എന്ത് വേണ്ടത്? ഓക്സിജൻ വേണ്ടത്. അടുത്ത 2 മോൾ ജലം ലഭിക്കുന്നതിന് STPയിൽ എത്ര വോളിയം, വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയം, ഓക്സിജൻ വാതകം അല്ലെങ്കിൽ ഓക്സിജൻ വേണ്ടി വരും? നോക്കിക്കേ, ഇവിടെ കാണുമ്പോൾ അറിയാം 2 മോളാണ് ഇവിടെ വാട്ടർ. അത് ലഭിക്കുന്നതിന് STPയിൽ എത്ര ഓക്സിജൻ വേണ്ടി വരും എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 മോൾ വാട്ടർ ലഭിക്കാൻ എത്ര മോളാണ് ഓക്സിജൻ വേണ്ടത്? 1 മോൾ. നമുക്ക് എല്ലാവർക്കും അറിയാം 1 മോൾ വസ്തു എന്തെടുത്താലും അതിനകത്ത് STPയിൽ 22.4 ലിറ്റേഴ്സ് കാണും. എത്ര കാണും? 22.4 ലിറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ 2 മോൾ H2O ലഭിക്കുന്നതിന് STPയിൽ എത്ര വ്യാപ്തം വേണം? 22.4 ലിറ്റേഴ്സ് വേണം. കാരണം 2 മോൾ ലഭിക്കാൻ 1 മോൾ ഓക്സിജനാണ് വേണ്ടത്. 1 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 22.4 ലിറ്റേഴ്സ് ആണ് വേണ്ടത്. കാരണം 1 മോൾ എന്ത് വസ്തു എടുത്താലും അതിന്റെ അകത്ത് അതിന്റെ മോളിക്യുലാർ മാസിന് അനുപാതികമായിട്ടുള്ള ഗ്രാം ഓഫ് സബ്സ്റ്റൻസ് കാണണം. അതായത് ഇപ്പോൾ ഓക്സിജൻ 1 മോൾ എടുത്താൽ, O2 1 മോൾ എടുത്താൽ അതിനകത്ത് 32 ഗ്രാം വേണം. അതിൻ്റെ അകത്ത് 1 മോളാണ്. അങ്ങനെ 1 മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 6.022 × 10⁻23 പാർട്ടിക്കിൾസ് കാണും. അങ്ങനെ അത്ര എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 22.4 ലിറ്റേഴ്സ് കാണും. അതുകൊണ്ട് ഏതൊരു വസ്തുവും 1 മോൾ എടുത്താൽ അതിനകത്ത് 22.4 ലിറ്റേഴ്സ് കാണും, അല്ലെങ്കിൽ 6.022 × 10⁻23 പാർട്ടിക്കിൾസ് കാണും. അതും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് 1 മോളാകാൻ അതിന്റെ മോളിക്യുലാർ മാസിന് ഈക്വലന്റ് ആയിട്ടുള്ള ആ ഒരു ഗ്രാം ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ എടുക്കണം. അടുത്ത ചോദ്യം 400 ഗ്രാം CaCO3 മോളുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിലെ കണ്ടുപിടിക്കുക. സിയുടെ എത്രയാണെന്ന് അവർ തന്നിട്ടുണ്ട്. കാൽഷ്യം 40. സിയുടെ 40 ആണ്. സിയുടെ 12 ആണ്. ഓക്സിജന്റെ ഒരെണ്ണത്തിന്റെ 16 ആണ്. 3 എണ്ണത്തിന്റെ 48. 8 2 10. 4 1 5 1 6 4 10. 100 ഗ്രാം ആണ്. ഓക്കെ, അപ്പൊ 100 ഗ്രാം ആണ് ഒരു കാൽഷ്യം കാർബണേറ്റ്. അപ്പൊ 400 എണ്ണത്തിൽ എത്ര മോളുണ്ട്? 4 മോളാണ്.
അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ആൻസർ എത്ര വരും? 4 മോൾ. ഇനി 4 മോളിൽ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്? 4 ഇൻറ്റു എൻ. കാരണം ഒരു മോളിൽ എൻ, 4 4 ഇൻറ്റു എൻ. അതേപോലെ തന്നെ ഒരു മോളിൽ 22.4 ലിറ്റേഴ്സ്, 4 മോളിൽ 4 ഇൻറ്റു 22.4 ലിറ്റേഴ്സ്. ഇതിന്റെ അകത്ത് തന്മാത്രകളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. തന്മാത്രകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദ്യം. അത് തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ മോളിക്യൂളിന്റെ എണ്ണം, മോളിക്യൂളിന്റെ എണ്ണം കണ്ടുപിടിക്കുക. 22.4 കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. 22.4 ലിറ്റേഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ ഏതൊരു വസ്തുവും 22.4 എടുത്താൽ അതിനകത്ത് 1 മോൾ ആയിരിക്കും. 1 മോൾ വസ്തു എന്തെടുത്താലും അതിനകത്ത് 6.02 × 10⁻23 അല്ലെങ്കിൽ Na പാർട്ടിക്കിൾസ് കാണും. സോ തന്മാത്രകളുടെ എണ്ണം എത്രയായിരിക്കും? Na അല്ലെങ്കിൽ 6.02 × 10⁻23. അടുത്ത 4 ഗ്രാം H2. അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ 1, അതായത് ഹൈഡ്രജൻ ആറ്റം 1. നമ്മളോട് ഇവിടെ തന്മാത്രകൾ അഥവാ മോളിക്യൂളിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്. Hന്റെ മണ്ണാണെങ്കിൽ H2 എത്രയാണ് മാസ്? 2. നമുക്ക് എത്ര ഗ്രാം വന്നിരിക്കുന്നത്? 4 ഗ്രാം. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് 4, മോളാർ മാസ് 2. 4 2 പെട്ടുമ്പോൾ 2 മോൾസ് ഉണ്ടെന്ന് കിട്ടും. നമുക്കറിയാം ഒരു മോളിൽ 6.02 × 10⁻23. അങ്ങനെയാണെങ്കിൽ 2 മോളില് 2n. 2n എന്ന് പറഞ്ഞാൽ എന്താ? 2 × 6.02 × 10⁻23 പാർട്ടിക്കിൾസ് ആണ് ഇതിനകത്തുള്ളത്. 4 ഗ്രാം ഹൈഡ്രജൻ മോളിക്യൂളിൽ ഉള്ളത്. അടുത്ത ചോദ്യം, ഇവിടെ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ്, Hന്റെ അറ്റോമിക് മാസ് ആണെന്ത്? 1. ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് 4. ഇവിടെ H2 ആണ് തന്നിരിക്കുന്നത്. അതൊരു മോളിക്യൂൾ ആണ്, ആറ്റം അല്ല. അപ്പോൾ അതിന്റെ മോളിക്കുലാർ മാസ് വരുന്നത് നമുക്കറിയാം 2 ആണ്. എന്നിട്ട് ഈ മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ എടുത്തത് എത്ര ഗ്രാം ആണ്? 4 ഗ്രാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് തന്മാത്രകളുടെ എണ്ണമാണ്. തന്മാത്രകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസിന്റെ എണ്ണം, മോളിക്യൂൾ. അപ്പോൾ ഈ ആറ്റം അല്ല നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, മോളിക്യൂൾ. നമുക്കറിയാം ഇത് എത്ര ഗ്രാം ആണ് എടുത്തത്? 4 ഗ്രാം. സോ ഗിവൺ മാസ് 4. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് 2. അപ്പോ എത്ര മോൾ ആണ് ഉള്ളത്? 2 മോൾ ആണ് ആരുള്ളത്? ഹൈഡ്രജൻ മോളിക്യൂൾ ഉള്ളത്, തന്മാത്രകൾ ഉള്ളത്. ഹൈഡ്രജൻ മോളിക്യൂൾ 2 മോൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ ഹൈഡ്രജനിലും 2 ആറ്റം വീതമുണ്ട്. അപ്പോൾ മൊത്തം എത്ര ആറ്റം കാണും? 4 മോൾ ആറ്റങ്ങൾ കാണും. അതുകൊണ്ടാണ് ആറ്റങ്ങളുടെ എണ്ണം 4 മോൾ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആറ്റങ്ങളുടെ എണ്ണം അല്ല, സോറി, ആറ്റത്തിന്റെ മോൾ എത്ര എന്ന് എഴുതിയിരിക്കുന്നത്? 4. തന്മാത്രകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് പറയുന്നത് എത്ര മോളേ ഉള്ളൂ? 2 മോൾ. സോ ഒരു മോളിൽ 1 Na. അങ്ങനെയാണെങ്കിൽ 2 മോളിൽ 2 Na ആണ് ആൻസർ വേണ്ടത്. 2 Na, 2 Na. ഇനി നമുക്കറിയാം ഓരോ മോളിക്യൂളിലും 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ 2 × 2 എത്രയാണ്? 4. 2 × 2 4 ഹൈഡ്രജൻ ആറ്റങ്ങളാണുള്ളത്. 4 ഹൈഡ്രജൻ ആറ്റങ്ങളാണ് ഉള്ളത്. ഇനി STP യിലെ വ്യാപ്തമാണ് ചോദിച്ചിരിക്കുന്നത്. STP യിലെ വ്യാപ്തം. ഇവിടെ ആറ്റങ്ങളുടെ എണ്ണം എത്രയെന്ന് കിട്ടി? 4 × 6.02 × 10⁻3. അപ്പോൾ ഈ ഒരു ചോദ്യം ഒന്നും കൂടെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹൈഡ്രജൻ മോളിക്യൂൾ ആണ് തന്നിരിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണവും ചോദിച്ചിട്ടുണ്ട്, ഹൈഡ്രജൻ മോളിക്യൂളിന്റെ എണ്ണവും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോളിക്യൂളിന്റെ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? ആ മോളിക്യൂൾ ആണ് 4 ഗ്രാം എടുത്തിരിക്കുന്നത്. സോ മോളിക്യൂളിന്റെ മാസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2 മോളാണെന്ന് കിട്ടി. അത് മോളിക്യൂൾ ആണ്. ഇനി ഓരോ മോളിക്യൂളിന്റെ അകത്തും എന്തുണ്ട്? 2 വീതം ആറ്റംസ് ഉണ്ട്. സോ എത്ര മോൾ ആറ്റമാണുള്ളത്? 4 മോൾ ആറ്റമാണുള്ളത്. സോ നമുക്ക് 2 മോൾ മോളിക്യൂളും 4 മോൾ ആറ്റം ഉണ്ടെന്ന് കിട്ടി. 1 മോൾ സബ്സ്റ്റൻസിൽ Na പാർട്ടിക്കിൾ. അപ്പോൾ ഇവിടെ 2 മോൾ മോളിക്യൂൾ ആണുള്ളത്. അതുകൊണ്ട് 2 × Na ആണ് അവിടുത്തെ ആ പാർട്ടിക്കിളിന്റെ എണ്ണം. നമുക്ക് ആറ്റങ്ങളുടെ മോൾ കിട്ടിയത് 4 ആണ്. സോ 4 × 6.02 × 10⁻23 ആണ് അവിടുത്തെ എണ്ണം. ഇനി STP യിലെ വ്യാപ്തം എത്രയെന്നാണ് നമ്മളോടുള്ള ചോദ്യം, അതായത് വോളിയം എത്രയാണ്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് 2 ആണ് ഇവിടെ കിട്ടിയ തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂളിന്റെ എണ്ണം. സോ മോളിക്യൂളിന്റെ വ്യാപ്തമാണ് ഇവരിവിടെ ചോദിച്ചിരിക്കുന്നത്. അത് 2 × 20. നമുക്കറിയാം
2 മോളാണുള്ളത്. ഒരു മോളിൽ 22.4, അങ്ങനെയാണെങ്കിൽ 2 മോളിൽ എത്ര വരും? 2 into 22.4 ലിറ്റേഴ്സ് എന്ന് വരും. 2 into 22.4 ലിറ്റേഴ്സ്. ഇനി ഹീലിയം അത് മോളിക്യൂൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മീൻസ് He2 എന്ന് പറഞ്ഞിട്ടൊന്നും അതിന് വരേണ്ട കാര്യമില്ല. എലമെന്റൽ സ്റ്റേറ്റിൽ He എന്ന് പറഞ്ഞാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹീലിയം എന്ന് പറയുന്ന ആ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 4 എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ എടുത്തിരിക്കുന്ന മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ബിക്കോസ് അവിടെ തന്മാത്രകളുടെ എണ്ണം, മോളിക്യൂൾസിന്റെ എണ്ണം നമുക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. എത്രയാ? 5 into 6.022 into 10⁻². അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ഒരു മോൾ ആണെങ്കിൽ 6.022 into 10⁻23. 5 മോൾ ആണെങ്കിലാണ് എന്തുള്ളത്? 5 into 6.022 into 10⁻23 വരുന്നത്. അതിനകത്ത് 5 മോൾ ഉണ്ടെന്ന്. നമ്പർ ഓഫ് മോൾ 5. എടാ, ഒരു മോളിന്റെ മാസ് എത്രയാ? 4. ഒരു മോളിന്റെ മാസ് എത്രയാ? 4. അങ്ങനെയാണെങ്കിൽ 5 മോളിന്റെയോ? 5 into 4 എത്രയാ? 20. 5 into 4 എത്രയാ? 20. അതെങ്ങനെയാ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ എന്താണ്? അറ്റോമിക് മാസ് എന്നല്ലേ? അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇവിടെ എത്രയെന്ന് അവർ തന്നിട്ടുണ്ട്? 5. ഗിവൺ മാസ് എത്ര എടുത്തിരിക്കുന്നത് തന്നിട്ടില്ല. ആറ്റോമിക് മാസ് 4 തന്നിട്ടുണ്ട്. അപ്പൊ ഗിവൺ മാസ് കിട്ടാൻ 5 into 4 20. ഇല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് എഴുതിക്കാം, ഒരു മോളിന്റെ മാസ് 4, അങ്ങനെയാണെങ്കിൽ 5 മോള് 5 4 എത്രയാ? 20. ഇവിടെ ആറ്റവും മോളിക്യൂളും ആയിട്ടൊന്നും നമുക്ക് ഇവരെ വേർതിരിക്കേണ്ട കാര്യമില്ല. സോ ആറ്റങ്ങളുടെ എണ്ണവും എന്ത് തന്നെയായിരിക്കും? 5 into 6.022 into 10⁻23 തന്നെയായിരിക്കും. കാരണം ഇവനൊരു നോൺ ഗ്യാസ് ആണ്. അത് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു? He എന്ന് തന്നെ ഒറ്റയ്ക്ക് നിന്നാലും അത് സ്റ്റേബിൾ ആണ്. സോ അത് ആറ്റമാണ്, ഒരു മോളിക്യൂൾ ആണ്. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിവുള്ളവരെ നമുക്ക് മോളിക്യൂൾ എന്ന് വിളിക്കാം. അതായത് അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. സോ 5 into 6.022 into 10⁻23. ഇവിടെയും ആൻസർ എന്ത് തന്നെ വരും? 5 into 6.022 into 10⁻23 എന്ന് തന്നെ വരും. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് N2 plus 3H2 giving 2NH3 എന്നാണ്. ഇത് മോളുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ഇവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, മാസുമായിട്ടല്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവർ ചോദിച്ചിരിക്കുന്ന റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും മോളിന്റെ റേഷ്യോ ആണ്. ഇത് 1:3 1:2. 1:3:2 റേഷ്യോയിലാണ് ഇവിടെ റിയാക്ടൻസും പ്രൊഡക്റ്റും വന്നിരിക്കുന്നത്. ഏതിനെ ആശ്രയിച്ചിട്ട്? മോളിനെ ആശ്രയിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ചോദിച്ചിരിക്കുന്നത് 6 മോൾ N2 ഉം 6 മോൾ ഹൈഡ്രജനും ഞാൻ എടുത്തുവെങ്കിൽ എത്ര NH3 ഉണ്ടാവുന്നതാണ്. അത് നോക്കാൻ വളരെ സിമ്പിൾ ആണ്. നോക്കിക്കേ, ഒരു മോൾ അക്കോർഡിംഗ് ടു ഇക്വേഷൻ 1 മോൾ എടുത്താൽ 3 മോൾ H2 വേണം. അതായത് 1ന്റെ 3 ഇരട്ടിയാണ് 3. അങ്ങനെയാണെങ്കിൽ 6ന്റെ 3 ഇരട്ടി എത്ര വേണമായിരുന്നു? 18 എന്ന് പറയുന്ന ആ മോൾ വേണമായിരുന്നു. ഏത്? ഹൈഡ്രജൻ. പക്ഷേ അത് എടുത്തിട്ടില്ല. അപ്പോൾ ഹൈഡ്രജൻ ഫുൾ എന്ത് ചെയ്തു? യൂസ്ഡ് ആയി പോകും ഈ റിയാക്ഷൻ. അതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്? 1 മോൾ എടുത്താൽ 3 മോൾ വേണം. അങ്ങനെയാണെങ്കിൽ 6 മോൾ എടുത്താൽ എത്ര മോൾ വേണം? 18 മോൾ വേണം. 6 മോൾ എടുത്താൽ 18 മോൾ വേണം. പക്ഷെ 18 മോൾ എടുത്തിട്ടില്ല. അവിടെ എന്നപ്പോ പെട്ടെന്ന് തീർന്നു പോകുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആണ് ആ ഒരു റിയാക്ഷനെ തീരുമാനിക്കുന്നത് ഹൈഡ്രജൻ ആണ്. നമുക്ക് നോക്കാം. 3 മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര മോൾ മതി? അപ്പൊ നമ്മൾ തിരിച്ചു പോവാം. 3 മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ 1 മോൾ. അത് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 6 മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ 6 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്ര മോൾ മതി? 2 മോൾ മതി. 6 മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ 2 മോൾ മതി. എക്സ്ട്രാ 1 മോൾ. ഇവിടെ എത്രയാണ് എടുത്തത്? 6 മോൾ. അപ്പോൾ 6 മോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 6 ഡിവൈഡഡ് ബൈ 3 എത്ര മതി? 2. ഓക്കെ അല്ലേ? അപ്പോൾ 2 എടുക്കേണ്ട സ്ഥാനത്ത് 6 എടുത്തിരിക്കുന്നു. എക്സ്ട്രാ കൂടുതലായിട്ട് എടുത്തത് നൈട്രജൻ ആണ്. അവിടെ ലിമിറ്റ് ചെയ്യുന്നത് ആരാണ്? ഹൈഡ്രജൻ ആണ്. അതുകൊണ്ട് ഹൈഡ്രജൻ ആണ് അവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ 6 മോൾ ഹൈഡ്രജൻ എത്ര മോളുമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ? 2 മോളുമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. എന്നിട്ട് എത്ര കിട്ടുമെന്ന് അറിയാമോ? കിട്ടുന്നത് നോക്കിക്കോ, 1 മോൾ റിയാക്ട് ചെയ്താൽ 2 മോൾ. 1 മോൾ റിയാക്ട് ചെയ്താൽ 2. അതായത് 1 into 2 2. ഇവിടെ എത്ര എടുത്ത്? 2. അപ്പൊ 2 into 2 എത്രയാ? 4 മോളാണ് ലഭിക്കുന്നത്. ഈ റിയാക്ഷനിൽ 1 മോൾ 3 മോളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 2 മോൾ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്നത് 6 മോൾ N2 ഉം 6 മോൾ എന്തും എടുത്തിട്ടുണ്ടെന്നാണ്, ഹൈഡ്രജനും എടുത്തിട്ടുണ്ടെന്നാണ്. നോക്കിക്കേ, 3ന്റെ എത്ര ഇരട്ടി? വേറെ രീതിയാണ് ഇനി പറയാൻ പോകുന്നത്. 3ന്റെ എത്ര ഇരട്ടിയാണ്? 2 ഇരട്ടിയാണ് 6. അപ്പോൾ 2 ഇരട്ടി എടുത്താൽ 3ന്റെ 2 ഇരട്ടി 6 എടുത്താൽ 1ന്റെ 2 ഇരട്ടി എത്ര മതി?
2 മതി. ഇത് രണ്ടാമത്തെ അപ്രോച്ച് ആണ്, രണ്ടാമത്തെ രീതിയിലുള്ള അപ്രോച്ച്. അപ്പോൾ 3ന്റെ 2 ഇരട്ടി 6. അങ്ങനെ എടുത്താൽ 1ന്റെ 2 ഇരട്ടി എത്ര മതിയായിരുന്നു? 2 മതിയായിരുന്നു. പക്ഷെ 6 എടുത്തിട്ടുണ്ട്, 4 എക്സ്ട്രാ ആണ്. ഇവൻ റിയാക്ട് ചെയ്യാതെ നിൽക്കും. 2 മാത്രമേ റിയാക്ട് ചെയ്യത്തുള്ളൂ, ബാക്കി 4 എടുത്തത് വെറുതെ റിയാക്ട് ചെയ്യാതെ നിൽക്കും. ഇവിടെ എടുത്ത ഹൈഡ്രജൻ 6ഉം റിയാക്ട് ചെയ്തു പോകും. സോ ലിമിറ്റിംഗ് റിയേജന്റ് ഹൈഡ്രജൻ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാം ഇൻറ്റു 2 ചെയ്താൽ 2 × 2 4 മോൾസ് ഓഫ് അമോണിയ ആണ് ഉണ്ടാവുന്നത്. 4 മോൾസ് ഓഫ് അമോണിയ അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ. അടുത്തത് ഗ്രാം അറ്റോമിക് മാസ് എന്നാൽ എന്ത്? വാട്ട് ഈസ് ഗ്രാം അറ്റോമിക് മാസ്? നമ്മൾ ഒരു അറ്റോമിക് മാസിനെ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിക്കും. താഴെ പറയുന്നത് എത്ര എന്ന് കണക്കാക്കുക. 115 ഗ്രാം സോഡിയത്തിൽ എത്ര ഗ്രാം ആറ്റം സോഡിയം ഉണ്ട്? എത്ര ഗ്രാം ആറ്റം സോഡിയം ഉണ്ടെന്നാണ് ചോദ്യം. ഗ്രാം ആറ്റം സോഡിയം എന്ന് ചോദിച്ചാൽ അത് മോള് കണ്ടുപിടിക്കാൻ തന്നെയാണ്, നമ്പർ ഓഫ് മോൾസ്. 115 ഗ്രാം സോഡിയത്തിൽ എത്ര ഗ്രാം ആറ്റം സോഡിയം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് തന്നെ കണ്ടുപിടിക്കാനാണ്? മോള് കണ്ടുപിടിക്കാനാണ്. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് 115. നമുക്കറിയാം, സൂചന ഇവിടെ തന്നിട്ടുണ്ട്. 1 മോൾ സോഡിയത്തിൻ്റെത് 23 ഗ്രാം ആണ്. അതായത് അതിന്റെ അറ്റോമിക് മാസ് 23 ആണ്. സോ ഇത് 5 പ്രാവശ്യം അല്ലേ? അതെ, 115 എത്രയാണ്? 23, 5 പ്രാവശ്യം. സോ 5 ഗ്രാം ആറ്റം സോഡിയം ഉണ്ട് 115 ഗ്രാം സോഡിയത്തിൽ. അടുത്തത് 5 ഗ്രാം ആറ്റം കാൽഷ്യത്തിന്റെ മാസ് എത്ര? 5 ഗ്രാം ആറ്റം കാൽഷ്യം എന്ന് പറഞ്ഞാൽ 5 മോൾ ഉണ്ടെന്നാണ് അർത്ഥം. 1 മോളിന് എത്രയാണ്? കാൽഷ്യത്തിന്റെ 40 ആണ്. അത് അവർ ക്ലൂ തന്നിട്ടുണ്ട്. എവിടെ? കാൽഷ്യം 40. 1 മോളിൻ്റെത് 40 ആണെങ്കിൽ 5 മോളിന്റെ എത്രയാണ്? 5 × 40, 5 4 20. സോ 200 എന്ന ആൻസർ കിട്ടും. 200 ഗ്രാം എന്നാണ് ആൻസർ കിട്ടുന്നത്. 200 ഗ്രാം. അതാണ് നമ്മുടെ ചോദ്യം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇവിടെ ഗ്രാം ആറ്റം എന്ന് പറഞ്ഞാൽ മോളാണെന്നുള്ളത് നിങ്ങൾ കരുതിയാൽ മതി. സോ 115 എത്ര ഗ്രാം ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ 115/23 5. ഇനി അടുത്തത് 5 മോൾ കാൽഷ്യത്തിൽ എത്ര മാസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1 മോളിൽ 40. അങ്ങനെയാണെങ്കിൽ 5 മോളിൽ എത്രയാണ്? 5 × 40 200 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, STPയിൽ സ്ഥിതി ചെയ്യുന്ന 32 ഗ്രാം ഓക്സിജന്റെ വ്യാപ്തം എത്രയായിരിക്കും? 32 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മോളിക്യുലർ മാസ് ആണ്. എന്താണ് മോളിക്യുലർ മാസ്? 32 ഗ്രാം ഓക്സിജനിൽ എത്ര മോൾസ് ഉണ്ട്? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ അതിന്റെ മോളിക്യുലർ മാസ്. 32/32 എന്ന് പറഞ്ഞാൽ 1 മോൾ. 1 മോളിൽ എത്ര പാർട്ടിക്കിൾ? 6.02 × 10⁻23. എത്ര ലിറ്റർ? 22.4 ലിറ്റേഴ്സും കാണും. 1 മോളാണുള്ളത്. 1 മോളിൽ 22.4 ലിറ്റേഴ്സ് ആണ് എന്ത് വോളിയം ഉണ്ടാവുക. അടുത്തത് ചില എലമെന്റ്സിന്റെ സാമ്പിളുകൾ തന്നിരിക്കുന്നു. 8 ഗ്രാം ഹൈഡ്രജൻ മോളിക്യൂൾ, 64 ഗ്രാം ഓക്സിജൻ മോളിക്യൂൾ, 28 ഗ്രാം നൈട്രജൻ മോളിക്യൂൾ, 10 ഗ്രാം ഹീലിയം. ചോദ്യം, ഇവയിൽ തന്മാത്രകളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സാമ്പിൾ ഏതാണ്? തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂളിന്റെ എണ്ണം കൂടുതൽ എന്ന് പറഞ്ഞാൽ, പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് മോൾസ് കൂടുതലായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കൂടുതലുള്ള ഏതെന്നാണ് ചോദ്യം. രണ്ടാമത്തത്, STPയിൽ 22.4 ലിറ്റർ വ്യാപ്തമുള്ള സാമ്പിൾ ഏത്? 22.4 ലിറ്റർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1 മോൾ ഉണ്ടെന്നാണ് അർത്ഥം. 1 മോൾ. ആ 1 മോൾ ഉള്ളത് ഏതെന്നാണ് ചോദ്യം. 8 ഗ്രാം ഹൈഡ്രജൻ, 8 ഗ്രാം ഹൈഡ്രജനിൽ 8/2 ആണ്. അതിന്റെ മോളിക്യുലർ മാസ് എന്ന് പറയുന്നത് 2 ആണ്. സോ ഇതിനകത്ത് 4 മോൾ ആണുള്ളത്. 1 മോളിൽ 6.02 × 10⁻23. അപ്പൊ 4 മോളിലോ 4 × 6.02 × 10⁻23. 64 ഗ്രാം ഓക്സിജന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 64 അതിന്റെ മോളിക്യുലർ മാസ് എന്ന് പറയുന്നത് 32 ആണ്. സോ അതിനകത്ത് 2 മോളേ ഉള്ളൂ. 2 മോൾ എന്ന് പറഞ്ഞാൽ 2 × 6.02 × 10⁻23. 28 ഗ്രാം നൈട്രജനിൽ അതിന്റെ മോളിക്യുലർ മാസും 28 ആണ് വരുന്നത്. 1 മോളാണ്. സോ 1 മോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തേ ഉള്ളൂ വരുന്നുള്ളൂ? 1 മോൾ എന്ന് പറയുമ്പോൾ 1 × 6.02 × 10⁻23 എന്നേ ഉള്ളൂ പാർട്ടിക്കിളിന്റെ എണ്ണം വരുന്നുള്ളൂ. 10 ഗ്രാം ഹീലിയം, അതിൻ്റെ അകത്ത് മോളിക്യൂൾ എന്ന് പറയുന്നത്, ഹീലിയത്തിന്റെ മാസ് എന്ന് പറയുന്നത് 4. അപ്പൊ 10/4 എന്ന് പറയുന്നത് 2.5 എന്നാണ് കിട്ടുന്നത്. 10/4 എന്ന് പറയുന്നത് 2.5. സോ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉള്ളത് എത്രയാണ്? ഇതിൽ എത്രയാണ്? 4 × Na, 4 × Na പാർട്ടിക്കിൾസ് ഉണ്ട്. ഇതിൽ 2 Na ഉള്ളൂ. ഇതിൽ 1 Na, ഇതിലോ 2.5 Na.
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതിനാണ് ലിറ്റേഴ്സ് കൂടുതൽ. ഇതിന്റെ അകത്ത് 4 × 22.4 ലിറ്റേഴ്സ് ഉണ്ട്, ഇതിന്റെ അകത്ത് 2 × 22.4 ലിറ്റേഴ്സ്, ഇതിലാണ് 1 × 22.4 ലിറ്റേഴ്സ്. ഒരു മോളിൽ 22.4 ലിറ്റേഴ്സേ ഉള്ളൂ, ഇതിലോ 2.5 × 22.4 ലിറ്റേഴ്സ്. സോ ആൻസർ 28 ഗ്രാം നൈട്രജനിലാണ് എന്തുള്ളത് 22.4 ലിറ്റേഴ്സ് ഉള്ളത്. ഏറ്റവും കൂടുതൽ മോൾ ഉള്ളത് ഏതാ 8 ഗ്രാം ഹൈഡ്രജൻ. അതിന്റെ അകത്ത് എത്ര പാർട്ടിക്കിൾ കാണും 4 × 22.4 ലിറ്റേഴ്സ് ആണ്. സോറി, ഇവിടെ പാർട്ടിക്കിളിന്റെ എണ്ണം 4 × Na 4 Na വരും, കാരണം 4 × 6.022 × 10⁻23. വെള്ളം ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. H2O2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വെള്ളം ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള മോളിന്റെ റേഷ്യോ, ഹൈഡ്രജൻ എത്രയാ 2, ഓക്സിജൻ എത്രയാ 1. സോ റേഷ്യോ എത്രയാ 2:1. ഇനി അടുത്തത് ഗ്രാംസിലാണ് ചോദിച്ചിരിക്കുന്നത്. 32 ഗ്രാം ഓക്സിജനും 10 ഗ്രാം ഹൈഡ്രജനും പ്രവർത്തിക്കുന്നുവെങ്കിൽ കരുതുക ഉണ്ടാകുന്ന വെള്ളം എത്ര എന്നും ബാക്കിയാവുന്നത് ഏതാണെന്നും എത്ര മോൾ ആണെന്നുമാണ് കണ്ടുപിടിക്കേണ്ടത്. 2H2 plus O2 giving 2H2O എന്നാണ്. സോ 2H2 എന്ന് പറഞ്ഞാൽ 4 ഗ്രാം, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 32 ഗ്രാം, ഇത് 36 ഗ്രാം. അപ്പോ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും മാസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് ഞാൻ മോളാർ മാസ് ഓരോന്നിന്റെയും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 32 ഗ്രാം ഓക്സിജൻ എടുത്തു, 32 ഗ്രാം ഓക്സിജൻ, 10 ഗ്രാം ഹൈഡ്രജൻ എങ്കിൽ വെള്ളം എത്ര ഉണ്ടാകുമെന്നും ഉള്ളത് എത്ര ഗ്രാം ഏത് സാധനം എന്നുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കോ, 32 ഗ്രാം ആണ് അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ എന്തുള്ളത് ഓക്സിജൻ ഉള്ളത്. 32 ഗ്രാം ആണ് എടുത്തത്. 32 ഗ്രാം എടുത്താൽ 4 ഗ്രാം എന്ത് മതി 4 ഗ്രാം ഹൈഡ്രജൻ മതി ഇക്വേഷൻ അനുസരിച്ച്. സോ 32 ഗ്രാം ആരുമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ 4 ഗ്രാം ആയിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. ബാക്കി എത്ര ഗ്രാം ബാക്കി 6 ഗ്രാം ഹൈഡ്രജൻ ബാക്കി വരും. സോ പ്രവർത്തന ശേഷം ബാക്കിയാകുന്നത് ആരാ 6 ഗ്രാം ഹൈഡ്രജൻ. ആരാണ് പെട്ടെന്ന് തീർന്നു പോകുന്നത് ഓക്സിജൻ. അപ്പൊ അതാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോ 32 ഗ്രാം ഓക്സിജൻ 4 ഗ്രാം ആയിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ എക്സ്ട്രാ ഉള്ള 6 ഗ്രാം എക്സ്ട്രാ എന്താണ് അവിടെ തന്നെ കിടക്കും. 4 ഗ്രാമുമായിട്ട് ഈ എടുത്ത 10 ഗ്രാമിലെ 4 ഗ്രാമുമായിട്ട് 32 ഗ്രാം റിയാക്ട് ചെയ്തിട്ട് എത്ര വെള്ളം തന്നെ തരത്തുള്ളൂ 36 ഗ്രാമേ തരത്തുള്ളൂ. സോ അവിടെ ബാക്കി വരുന്ന 6 ഗ്രാം ഹൈഡ്രജൻ ബാക്കി വന്നാൽ അതിന്റെ മോളിക്കുലാർ മാസ് 2, 6/2 നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. 3 മോൾ എന്ത് ഹൈഡ്രജൻ വെറുതെ കിടക്കും. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇവർ ഇങ്ങനെ തന്നിരുന്നെങ്കിലോ 72 ഗ്രാം ഓക്സിജൻ എടുത്താൽ എത്ര ഹൈഡ്രജൻ വേണമെന്ന് ചോദിച്ചിരുന്നെങ്കിൽ 32ന്റെ എത്ര ഇരട്ടിയാണ് 72 2 ഇരട്ടി. അപ്പൊ 4ന്റെ എത്ര ഇരട്ടി വേണം 2 ഇരട്ടി. അത് എത്രയാണ് 8 ഗ്രാം എന്ത് വേണം 8 ഗ്രാം നമ്മുടെ ഹൈഡ്രജൻ വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്. അതിൻ്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏത് സാമ്പിളിലാണ് 6.022 × 10⁻23 എന്ന് പറയുന്ന ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നത്. അതായത് 6.022 × 10⁻23 വരണമെങ്കിൽ അതിൻ്റെ അകത്ത് 1 മോളാണ് ഉണ്ടാവേണ്ടത്. 1 മോളാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഏതിലാണ് 1 മോൾ നോക്കിയാൽ മതി. 7 ഗ്രാം നൈട്രജനിൽ 1 മോൾ ഇല്ല, കാരണം അതിന്റെ അറ്റോമിക് മാസ് 14 ആണ്. 7 അര മോളേ ഉള്ളൂ. 14 ഗ്രാം നൈട്രജനിൽ 1 മോൾ ഉണ്ട്. 28 ഗ്രാം നൈട്രജനിൽ എത്രയുണ്ട് 2 മോൾ ആറ്റം ഉണ്ട്. ആറ്റങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 28/14 ആണ് ആറ്റോമിക് നമ്പർ 14. സോ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2 വരും. അപ്പോൾ 2 അല്ല 1 ഗ്രാം നൈട്രജൻ എന്തായാലും വരും. സോ 14 ഗ്രാം നൈട്രജനിൽ 14/14 1 മോൾ. 1 മോളിന് എത്ര പാർട്ടിക്കിൾ വരും Na എന്ന് പറഞ്ഞാൽ എത്രയാ 6.022 × 10⁻23 പാർട്ടിക്കിൾസ് വരും. അടുത്തത് അമോണിയ നിർമ്മാണത്തിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. അതിൽ ആദ്യം മോളിന്റെ കൺസെപ്റ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. 1 മോൾ നൈട്രജൻ 3 മോൾ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 2 മോൾ എന്തുണ്ടാവും NH3 ഉണ്ടാവും. നമ്മളോടുള്ള ചോദ്യം 28 ഗ്രാം നൈട്രജൻ പൂർണ്ണമായി പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഹൈഡ്രജന്റെ അളവ് എത്രയെന്നാണ് ചോദ്യം.
അതിനുവേണ്ടി അപ്പൊ നമ്മൾ ഗ്രാമിലോട്ട് അതിനെ മാറ്റണം. 1 മോൾ നൈട്രജൻ ആണ് എടുത്തത്, എത്രയാണ്? 28 ഗ്രാം. 3 മോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 6 ഗ്രാം. 2 മോൾ അമോണിയ എന്ന് പറഞ്ഞാൽ 34 ഗ്രാം. സോ 28 ഗ്രാം 6 ഗ്രാമുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 34 ഗ്രാം ഉണ്ടാവും. അതാണ് ഈ ഇക്വേഷൻ നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇക്വേഷനിൽ നിന്ന് ബേസിക് എഴുതി. എന്നിട്ട് നമ്മളോടുള്ള ചോദ്യം 28 ഗ്രാം നൈട്രജൻ പൂർണ്ണമായി പ്രവർത്തിക്കുന്നതിന് എത്ര ഹൈഡ്രജൻ വേണമെന്നാണ് ചോദ്യം. എത്രയാണ്? 6 ഗ്രാം. ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലായി എത്ര ഗ്രാം ആണ് വേണ്ടത്? 6 ഗ്രാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് വെച്ചോ, 56 ഗ്രാം നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര ഗ്രാം ഹൈഡ്രജൻ വേണമെന്ന് ചോദിച്ചാൽ 28ന്റെ എത്ര ഇരട്ടിയാണ്? 2 ഇരട്ടിയാണ് 56. അപ്പൊ 6ന്റെ 2 ഇരട്ടി എത്രയാണ്? 12 ഗ്രാം ഹൈഡ്രജൻ വേണം. അപ്പോൾ ഇത് എത്ര ഉണ്ടാവും? 34 68, കാരണം ഇൻറ്റു 2. ഇനി അടുത്ത STPയിൽ 22.4 ലിറ്റർ നൈട്രജൻ പൂർണ്ണമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന NH3 എത്രയായിരിക്കും? അതായത് STPയിൽ 22.4 നൈട്രജൻ റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 22.4 എന്ന് പറയുന്ന 1 മോളാണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 22.4 ലിറ്ററിൽ 1 മോളാണുള്ളത്. ആ 1 മോള് നൈട്രജൻ റിയാക്ട് ചെയ്താൽ എത്ര മോൾ അമോണിയ ആണ് ഉണ്ടാകുന്നത്? 2 മോൾ അമോണിയ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ 1 മോൾ എന്ന് പറയുന്നത് 22.4 ആണെങ്കിൽ 2 മോൾ എത്രയായിരിക്കും? ഈ 2 × 22.4 അത് എത്രയാ? 44.8. അതെല്ലാം അപ്പോൾ ഈ ഒരു 2 പാർട്ട് ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾ മനസ്സിലായി കാണും. ഇതുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമ്പർ ഓഫ് മോൾസ് മനസ്സിലാക്കുക, അതിൽ നിന്ന് ഗ്രാംസ് എഴുതാൻ പഠിക്കുക, ആ ഗ്രാമിനെ കമ്പയർ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ ഈ ഒരു ടൈപ്പ് ഓഫ് ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉള്ളത്.